അല്ല, ഉത്തർപ്രദേശിലെ ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ വളരെ വിഷമകരമായിട്ട് മാറിയിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി BJPക്ക് വന്നതിന് ശേഷം വർഗീയവൽക്കരണത്തിൻ്റെയും വർഗീയ ധ്രുവീകരണത്തിൻ്റെയും അളവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ച് കീഴ്പ്പെടുത്തുക എന്ന രാഷ്ട്രീയം തന്നെയാണ് ശക്തമായിട്ട് നടപ്പിലാക്കുന്നത്. ന്യൂനപക്ഷങ്ങൾ തിങ്ങി താമസിക്കുന്ന പ്രദേശങ്ങളിൽ ബോധപൂർവം ആക്രമണം കെട്ടയച്ചു വിട്ട് അവരുടെ മേലെ കടന്നാക്രമണത്തിൻ്റെ അളവ് വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. പൊതുവെ വന്നൊരു പ്രശ്നം, ഇപ്പോൾ യോഗി ആദിത്യനാഥാണ് ഈ പ്രതികളാവുന്ന ആളുകളുടെ പേരിൽ അവരുടെ വീടുകൾക്ക് മുകളിൽ ബുൾഡോസറുകൾ ഉരുട്ടുക എന്നുള്ള ആ രാഷ്ട്രീയം നടപ്പിലാക്കിയത് അവരാണ്. ഏറ്റവും ഹീനമായ ഒരു കൃത്യമാണ് നടപ്പിലാക്കിയത്. ഇപ്പോൾ നമ്മുടെ പല മാധ്യമങ്ങളും നടത്തിയ സർവേകളിൽ കണ്ടത് നിരപരാധികളായ ആളുകളുടെ വീടുകൾക്ക് മുകളിലൂടെയാണ് ബുൾഡോസർ കൂടുതൽ ഓടിച്ചതെന്നില്ല. അതുപോലെ തന്നെ ഇതുവരെ ഒരു ക്രിമിനൽ കേസിലും പെടാത്ത പല ആളുകളുടെയും പേരിൽ കള്ളക്കേസെടുത്ത് അവരുടെ വീടുകളെയും ഇടിച്ചു നിരത്തിയ അനുഭവം ഉണ്ടായി. ഇപ്പോൾ സുപ്രീം കോടതി വിധി വന്നതൊരു തിരിച്ചടിയായി മാറിയ ഒരു സാഹചര്യം രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ അവസരം അവരുപയോഗിക്കുന്നത് വലിയ തോതിലുള്ള കടന്നാക്രമണങ്ങളുടെ അളവ് വർദ്ധിപ്പിക്കാനാണ്. അതുപോലെ ഇപ്പോൾ വഖഫ് ബില്ലിൻ്റെ മറവിൽ വലിയ തോതിൽ മുസ്ലിം വിരുദ്ധ പ്രചരണം കെട്ടയച്ചു വിട്ടിരിക്കുകയാണ്. ഈ നാട്ടിൽ ഹിന്ദു ദേവാലയങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഒക്കെ കിട്ടേണ്ടിയിരുന്ന 10,000 ഏക്കർ ഭൂമി വഖഫ് നിയമത്തിൻ്റെ വഖഫ് ഭൂമിയായിട്ട് കിടക്കുകയാണ്. ആ നില അതിനെ വർഗീയവൽക്കരിക്കുകയാണ്. ലോകത്തെവിടെയും ഇത്തരം നിയമങ്ങളില്ല എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ തെറ്റായ വ്യാഖ്യാനങ്ങളും കൊടുത്ത് പ്രചരണങ്ങൾ നടക്കുകയാണ്. അപ്പോൾ മുസ്ലിം വിരുദ്ധ ന്യൂനപക്ഷ വിരുദ്ധ പ്രചരണങ്ങളുടെ ഒരു പാരമ്യത്തിലേക്ക് ഉത്തർപ്രദേശിനെ കൊണ്ടുപോയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തേതാണ് ഇപ്പോൾ നമ്മൾ സമ്പാദിക്കേണ്ട ഈ കടുത്ത ആക്രമണം. ഇപ്പോഴും സമാധാനം പൂർണ്ണമായി പുനഃസ്ഥാപിച്ചു എന്ന് പറയാൻ കഴിയില്ല. പോലീസ് ഏകപക്ഷീയമായിട്ടാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഈ സമാജ്വാദി പാർട്ടി നേതാക്കളെ അടക്കം അവർക്ക് നേരെയൊക്കെ FIR ചുമത്തുന്ന ഒരു നിലപാട് കൂടി സ്വീകരിച്ചിട്ടുണ്ട് UP സർക്കാർ. അല്ല, അതിൽ നമ്മൾ കാണേണ്ടത് ഒരു പരിധിവരെ ഈ BJPയുടെ ഹിന്ദുത്വ ധ്രുവീകരണത്തിൻ്റെ രാഷ്ട്രീയത്തെ ബൂർഷ്വ പ്രതിപക്ഷ പാർട്ടികൾ അതിൻ്റെ ആവശ്യത്തിനുള്ള അളവിൽ അതിനോട് പ്രതികരിക്കുന്നില്ല. ആ ഒരു പരിമിതി ഉണ്ട് അവിടെ. കാരണം സമൂഹത്തെ ഹിന്ദുത്വവൽക്കരിക്കുമ്പോൾ ഒരു നിലപാട് സ്വീകരിക്കാതെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളൊരു സ്ഥിതി പൊതുവെ ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഒരു പ്രശ്നം, സമാജ്വാദി പാർട്ടിയുടെ MP-യാണ് ഒരു കേസിൽ പ്രതികരിക്കുന്നത്. സ്വാഭാവികമായിട്ടും അഖിലേഷ് യാദവിന് നന്നായിട്ട് പ്രതികരിക്കേണ്ടി വന്നു. അതുകൊണ്ട് ഇപ്പോൾ സമാജ്വാദി പാർട്ടി കൂടി ഈ ഇതിനെതിരായിട്ടുള്ള പ്രചാരണ വേലയുടെ മുന്നിലേക്ക് വന്നു. ഇത് സംഭവത്തിന് ശേഷം നിർബന്ധിതമാവുന്ന കൂടി ഉണ്ടായില്ല. കാരണം ന്യൂനപക്ഷത്തെ കടന്നാക്രമിക്കുക. ഇപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വിഭാഗത്തിന് MP-മാരുണ്ടായിരുന്നില്ല ഉത്തർപ്രദേശിൽ. പുതിയൊരു മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ് നടത്തിയത്. അതുകൊണ്ടാണ് MP അവർ ബോധപൂർവം പ്രതിയാക്കിയിരിക്കുക. നല്ല പ്രതികരണമാണ് ഇപ്പോൾ അഖിലേഷ് യാദവിൻ്റെ ഭാഗത്ത് വന്നത്. അത് നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കേരളം ആവശ്യപ്പെടുന്നത് ഒരു സഹായം കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നാണ്. പക്ഷേ ആ കാര്യത്തിൽ ഇതുവരെയും കേന്ദ്രം ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതിനകത്തും കേരളത്തിന് നൽകിയിട്ടുള്ളത് 72 കോടി മാത്രമാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഈ പ്രകൃതി ദുരന്തങ്ങളുടെ ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ള സംസ്ഥാന ഫണ്ടുകളും കേന്ദ്ര ഫണ്ടുകളും അതിൻ്റെ വിനിയോഗവും സംബന്ധിച്ച് ഒരു പുനഃപരിശോധന ആവശ്യമായിട്ട് വന്നിരിക്കുക യഥാർത്ഥത്തിൽ. കാരണം സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു ഫണ്ട് നമ്മളെ എല്ലാ സംസ്ഥാനങ്ങൾക്കും അതിന് പൊതുവായി നീക്കി വയ്ക്കുന്നു. അതിൽ സംസ്ഥാന വിഹിതവും അതിന് ആവശ്യമാണ്. അപ്പോൾ ബേർഡൻ പൂർണ്ണമായി സംസ്ഥാനങ്ങളുടേതാവുകയാണ്. സംസ്ഥാനങ്ങൾക്ക് വേണ്ടി നീക്കി വയ്ക്കുന്നത് കേന്ദ്ര സഹായമല്ല. അത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള ധനവിനിമയത്തിൻ്റെ ഭാഗമായി വരുന്നുണ്ട്. എന്നാൽ കേന്ദ്രത്തിന് നീക്കി വയ്ക്കുന്ന വലിയ തുക ഉണ്ടല്ലോ, കേന്ദ്രം നൽകേണ്ട തുകകളുണ്ട്, അതിനൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വളരെ സെലക്റ്റീവായിട്ട് പെരുമാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ള ഒരു നിലപാട് ഉണ്ട്. ഇതാകട്ടെ നമ്മൾ സാധാരണഗതിയിലുള്ള ഒരു പ്രകൃതി ദുരന്തമല്ല സംഭവിച്ചത്. ഒരു വളരെ ചെറിയ പ്രദേശത്ത് ഏറ്റവും തീവ്രമായ തരത്തിലുള്ള ഒരുപക്ഷെ ഈ അപൂർവമായിട്ട് മാത്രം നടക്കുന്ന ഒന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ള ഉരുൾപൊട്ടൽ. സ്വാഭാവികമായിട്ടും അവരെ പുനരധിവസിക്കുക എന്ന ഒരു പ്രവർത്തനം പുതിയ തരത്തിൽ നല്ല മികവോടുകൂടി നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തിന് ഒറ്റയ്ക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല അത് എന്ന് വ്യക്തമാണ്. അപ്പോൾ സംസ്ഥാനം വലിയ മുൻകൈ എടുക്കുന്നുണ്ട്, കാര്യങ്ങൾക്ക് നിർവഹിച്ചു പോകുന്നുണ്ട്. നമ്മളെ ഈ ആളുകൾക്ക് ഇന്ന് വരെ വലിയൊരു
വലിയ അതിപ്രയാസം ഉള്ളത് നമുക്ക് ഒഴിവാക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ കേന്ദ്രത്തിനൊരു ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നില്ല എന്ന് മാത്രമല്ല, കടുത്ത അവഗണനയാണ് കാണിക്കുന്നത്. വലിയ ബഹുജന പ്രതിഷേധം ഇതിനെതിരായിട്ട് രൂപപ്പെടുത്തുന്നുണ്ട്.